ഇന്നത്തെ വീഡിയോയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും റിസ്ക് ഫ്രീയും അതേസമയം അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുമായ 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ 3 സ്റ്റോക്കുകളും കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും താഴ്ന്ന വാല്യൂഷനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ലോ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണെന്ന് പറയാം. കൂടാതെ സ്റ്റോക്കുകളുടെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്ര മികച്ച റിട്ടേൺ ഈ സ്റ്റോക്കുകൾ നൽകിയിട്ടില്ല. അതേസമയം ഡൗൺ സൈഡ് റിസ്കിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഈ സ്റ്റോക്കുകളെല്ലാം മാർക്കറ്റ് ലീഡർ റിസ്ക് ഫ്രീ സ്റ്റോക്കുകളാണ്. റിട്ടേണിനോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് കൂടി കൺസിഡർ ചെയ്യുന്നവർക്ക് സ്റ്റോക്കുകളെ പരിഗണിക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിഞ്ഞ് 6625 ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26, ഡിവിഡൻഡ് yield 0.54, 52 വീക്ക് ഹൈ 7830, 52 വീക്ക് ലോ 6187. ബജാജ് ഫിനാൻസിൻ്റെ വാല്യൂഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും താഴ്ന്ന വാല്യൂഷന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. ഓരോ വർഷവും കമ്പനിയുടെ സെയിൽസിലും റവന്യൂവിലും വർധനവുണ്ട്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 13,382 കോടിയിൽ നിന്നും 17,090 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് 3,551 നിന്നും 4,014 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി ഡബിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഉറപ്പുവരുത്തുന്ന കമ്പനിയാണ്. 21% ROEയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 84% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. മാനേജ്മെൻറ്റ് വളരെയധികം സ്ട്രോങ്ങും വിശ്വാസ്യതയാർജിച്ചതുമാണ്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.2 നിന്ന് 15% ഉയർന്നു. FISന് 20.81% സ്റ്റേക്ക് ഹോൾഡിംഗ്. കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി കമ്പനിയിൽ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞു വരികയാണ്. 10% നിന്നും 9.3% പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് എത്തി. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്നു. അതേസമയം സ്വിംഗ് ട്രേഡ് വഴി, അതായത് റിസ്ക് ഫ്രീ സ്റ്റോക്കുകളിൽ നിന്നും സ്വിംഗ് ട്രേഡ് വഴി മികച്ച റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ബജാജ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകൾ നൽകുന്നത്. 6,500, 6,000 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണാണ്. ഈ സോണിലേക്ക് സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഫ്രഷ് ബൈയിങ് ആരംഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് 7,200, 7,500 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്യും. ഈ 2 ലെവലുകളും മനസ്സിലാക്കി, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണുകൾ മനസ്സിലാക്കി സ്വിംഗ് ട്രേഡ് വഴി ഇതുപോലുള്ള റിസ്ക് ഫ്രീ ട്രേഡുകളിൽ നിന്നും റിസ്ക് ഫ്രീ സ്റ്റോക്കുകളിൽ നിന്നും മികച്ച റിട്ടേൺ നേടാവുന്നതാണ്. രണ്ടാമത്തേത് അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് ഓൾ ടൈം ഹൈയിൽ നിന്നും അത്ര വലിയ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നില്ല. 7,545 സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. സ്റ്റോക്ക് 7,058 ട്രേഡ് ചെയ്യുന്നു. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 85. അതേസമയം അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസിൻ്റെ വാല്യൂഷൻ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ പലപ്പോഴും ഈ സ്റ്റോക്ക് 100-ന് മുകളിൽ, അതായത് 110, 115 തുടങ്ങിയ വാല്യൂഷനിലായിരിക്കും സ്റ്റോക്ക് കാണുക. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 85 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. വാല്യൂഷനിൽ സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വന്നു കഴിഞ്ഞു. ROE 13%, ROCE 15%. കൂടാതെ ഹെൽത്ത് സെക്ടർ വരും സമയങ്ങളിലും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറാണ്. ഓരോ വർഷം കഴിയുന്തോറും ഹെൽത്ത് സെക്ടറിൻ്റെ ഡിമാൻഡും സിഗ്നിഫിക്കൻസും ഇംപ്രൂവ് ആയി വരികയാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ 13% നിന്നും 15% കമ്പനി മെച്ചപ്പെടുത്തി എന്നുള്ളതും സെയിൽസ് 4,887 കോടിയിൽ നിന്നും 5,559 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് 249 കോടിയിൽ നിന്നും 396 കോടിയിലേക്കാണ് കമ്പനി ഉയർത്തിയത്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 22%, പ്രോഫിറ്റ് ഗ്രോത്ത് 109%, ROE 14%. മികച്ച പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് അവകാശപ്പെടാവുന്ന ഒരു വസ്തുതയാണ്. വിശ്വസനീയമായ മാനേജ്മെൻറ്റാണ്, അതോടൊപ്പം തന്നെ ലോങ് ഹിസ്റ്ററിയുണ്ട്. കൂടാതെ മികച്ച രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്തും കമ്പനിയിൽ കാണാൻ സാധിക്കും. കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കൂടുതലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. FISന് കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 43% നിന്നും 45% ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് വെറും 5% താഴെ മാത്രമാണ്. പ്രൊമോട്ടേഴ്സിന് 29.33% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. അതായത് ഈ കമ്പനിയുടെ 95% സ്റ്റേക്ക് ഹോൾഡിങ്ങും സ്റ്റേബിൾ ഹാൻഡിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോളോ ഹോസ്പിറ്റൽ എന്ന സ്റ്റോക്ക് 7,000-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് 7,500 എന്ന ലെവലിലേക്ക് എത്താനും അവിടെ നിന്നും ഫർദർ ബ്രേക്കൗട്ട് വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്.
മൂന്നാമത്തെ സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 2020 ശേഷം അത്ര മികച്ച പെർഫോമൻസ് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതേസമയം സ്റ്റോക്കിനെ സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിച്ചവർക്ക് മികച്ച റിട്ടേൺ കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുകയും ചെയ്തു. 3.54 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16, ഡിവിഡൻഡ് yield 0.11%. ഹിസ്റ്റോറിക് ലോ വാല്യൂഷനിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞു. ROE 15%, ROCE 7%. 52 വീക്ക് ഹൈ 1950. സ്റ്റോക്ക് ഇപ്പോൾ 1750 ട്രേഡ് ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് 13,717 കോടിയിൽ നിന്നും 16,427 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. പ്രോഫിറ്റ് 4,461 കോടിയിൽ നിന്നും 5,044 കോടിയിലേക്ക് ഉയർത്തി. ഗ്രോസ് NPA 1.6% നിന്നും 1.48% കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 22%, ROE 14%. ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 33%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 27% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 25%. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കഴിഞ്ഞ 3 വർഷമായി കുറഞ്ഞു വരികയാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ 2021 മുതലുള്ള ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 1680-നും 2000-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 1680-1700 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണാണ്. ഇവിടെ വരുമ്പോൾ ബൈയിങ് ആരംഭിക്കും. 1900-2000 സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങും സംഭവിക്കും. അതുകൊണ്ട് ഡിമാൻഡ് സപ്ലൈ സോണുകൾ മനസ്സിലാക്കി സ്വിംഗ് ട്രേഡ് വഴി ഇത്രയും ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും റിസ്ക് ഫ്രീയുമായിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഡീസൻ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.